ഇന്ന് നമ്മൾ തയ്യാറാക്കണത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണത് 1 കപ്പ് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതെടുത്താലും കുഴപ്പമില്ല. ഇനിതായി റവയൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ്. ഇത് കല്ലുമണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചേർത്തിയേ. കൂടെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിതാ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള കൂട്ടിലേക്ക് 2 നുള്ളി ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കണത് ഈ ഒരു മാവ് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണ കേക്കാണ്. ഇത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കിട്ടുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മളിതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് മിക്സാക്കി കൊടുക്കണ സമയത്ത് കുറച്ച് കട്ടിയിലൊക്കെയാണ് ഈ മാവ് ഇരിക്കണതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്താൽ മതിയേ. ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇരിക്കുക. ഇനി നമ്മുടെ കേക്കൊക്കെ റെഡിയായി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി നെയ്യിൽ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. കശുവണ്ടി തന്നെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഈ സമയം നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്തിയാലും നല്ലത് തന്നെയാണ്. ഇനി നമ്മുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ പാത്രങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചൊന്ന് നെയ്യ് തൂത്ത് കൊടുത്ത ശേഷം ഇഡ്ഡലി തട്ടിൽ ഓരോന്നായിട്ടിത് വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ പാത്രമില്ലെങ്കിലും സാരമില്ല, ഈ മാവ് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഇനി ഇത് വേകാനായിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങണ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവ് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതുപോലെ ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയതാണ്. ഇനി കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന കശുവണ്ടിയില്ലേ, അതിൽ നിന്നും കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 12 മിനിറ്റ്. അപ്പോഴേക്ക് തന്നെ നമ്മുടെ കേക്കൊക്കെ നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. 12 മിനിറ്റൊക്കെ ആകണ സമയത്ത് ഇത് വെന്തോന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതിയേ. ക്ലിയറായിട്ട് വന്നിട്ടില്ലെങ്കിൽ 2-3 മിനിറ്റ് കൂടെ വെച്ചോളൂ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ആവിയിൽ വേവിച്ചിട്ടുള്ള റവ കൊണ്ടുള്ള കേക്ക്. ഇത് നമുക്ക് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ കിട്ടുക. അതുപോലെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ടും നല്ല എളുപ്പമാണ്. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇത് എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല വീഡിയോസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.